യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. എൻ്റെ പേര് അമൃത. ഞാൻ 2025 മാർച്ച് 12-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആൻറ്റിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങളും മറ്റും ആൻറ്റിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ആൻറ്റി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ കൂടുതലായിട്ട് അന്നൊന്നും അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ആൻറ്റിയെ ഒരു ദിവസം കണ്ടപ്പോഴത്തേക്ക് ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി ഇടും, നിനക്ക് ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വീട്ടിലെല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്നൊക്കെ ആൻറ്റി പറഞ്ഞു. പക്ഷേ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് മുല്ലപ്പൂ അഭിഷേകം കിട്ടുകയുണ്ടായി. പിന്നീട് അതിന് ശേഷം എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ശ്വാസം മുട്ടുപോലെ വന്നത്. എനിക്ക് തേരി കയറാനും ഒന്നും എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഒട്ടും എനിക്ക് തേറി കയറാൻ പറ്റുന്നില്ല, അതിഭയങ്കരമായ ശ്വാസം മുട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു തരുന്ന അതാണ് എൻ്റെ ആദ്യത്തെ ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് ചെറിയ രോഗങ്ങളെല്ലാം അമ്മ എനിക്ക് ഉടമ്പടി തൈലത്തിലൂടെയും ഉപ്പ് ഉപയോഗിച്ചത് മൂലം എനിക്ക് ഒരുപാട് ചെറിയ രോഗസൗഖ്യങ്ങളുണ്ടായി. പിന്നീട് എൻ്റെ രണ്ടാമത്തെ ഒരു സൗഖ്യം എന്ന് പറയുന്നത്, എനിക്ക് 10-12 വർഷത്തോളമായി ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഞാൻ MSW, MA സോഷ്യോളജി, ഫാമിലി കൗൺസിലിംഗ് കഴിഞ്ഞതായിരുന്നു. പക്ഷേ 12 വർഷത്തോളം ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എനിക്കൊന്നും നടന്നില്ല. ഇൻ്റർവ്യൂവിന് പോയി പല ടെസ്റ്റുകൾ എഴുതി, ഒന്നും ശരിയാകുന്നില്ല, ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ അവസാനം എനിക്ക് 2025 അവസാനത്തോടു കൂടി തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നിരുന്നു. അവിടെ ഞാൻ പോയി എനിക്ക് എഴുതണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ബസ്സിൽ ഇരുന്ന് താമസിച്ച് പോയി എഴുതണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയോ അവിടെ അന്ന് ആൾ കുറവായതുകൊണ്ട് അവിടുത്തെ മാഡം പറഞ്ഞു, അമൃത എന്തായാലും ഒന്ന് എഴുതി അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ പോയി എഴുതി. ആൾക്കാരെല്ലാം കുറവായിരുന്നു. എഴുതി അമ്മയുടെ ഉപ്പും തൈലം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉപ്പൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാം ഇട്ടു. അതിന് ശേഷമാണ് ഞാൻ ബബിളൊക്കെ കർപ്പിച്ച് അതിന് ശേഷം ഞാൻ പരീക്ഷയിൽ പാസ്സായതിനു ശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച ഒരു പരീക്ഷയാണ്. പക്ഷേ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാഡം വിനീത എന്ന് പറയുന്ന ഒരു മാഡമാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അമൃത ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കേരളത്തിലെ പ്രശസ്തമായ DGP ഒക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. മനഃശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് 1% പോലും കിട്ടാൻ സാധ്യതയില്ല. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിനുശേഷം 2026 ജാനുവരി മാസം 8-ാം തീയതി ഞാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോയിൻ ചെയ്ത് 3 മാസത്തേക്കാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ഈ മാസം ഒരു പകുതിയോടുകൂടി അവർ പറഞ്ഞു വീണ്ടും കോൺട്രാക്റ്റ് പുതുക്കുന്നുണ്ട്, അമൃത വീണ്ടും പുതുക്കുന്നുണ്ടോ എന്ന് എൻ്റെ കൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പുതുക്കുന്നുണ്ട് മാഡം, എങ്കിലും എൻ്റെ മെയിലിലോട്ട് റിപ്ലൈ ഇടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലിലോട്ട് റിപ്ലൈ ഇട്ടു. അതിനുശേഷം ഞാൻ 3 മാസം കൂടെ പുതുക്കി. ഇപ്പോൾ 1 മാസത്തെ സാലറി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. വേറെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല എന്നാണ് ഇതിനകത്ത് കൂടെ പറയാൻ എനിക്ക് കഴിയുന്ന. അമ്മയ്ക്ക് ചെറിയ
പല ഒരു ചെറിയ ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹത്തിലൂടെ മാത്രമാണ് മാറ്റി തരാനായിട്ട് കഴിഞ്ഞിരുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപ്പും തൈലവും ഒക്കെ എന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലിലും ആട്ടോക്കാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നീട് പൊതിച്ചോറ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു. രോഗികളെ കാണാനൊക്കെ പോകുമായിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ബൈബിള് വായിക്കും, അരമണിക്കൂർ വായിക്കും. പിന്നീട് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കും. പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് നല്ല ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ബൈബിള് വായിക്കാൻ ബൈബിള് ഒരു 15 മിനിറ്റ് നമുക്ക് വായിച്ചാൽ വീണ്ടും അരമണിക്കൂർ അല്ല 1 മണിക്കൂർ വായിച്ചാൽ ഇപ്പോൾ മുഴുക്കാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ്. എനിക്ക് അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി. താങ്ക് യു. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് നാം കേട്ടത്. കണ്ണീരോടെ അവിടുത്തെ അടുക്കൽ വരുന്ന മക്കളെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് തിരികെ നയിക്കുന്നതായിട്ടാണ് നാം ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വരണ്ട മരുഭൂമിയിലേക്കല്ല, ജലസ്രോതസ്സുകളുടെ അരികിലേക്കാണ്. ജീവിതത്തിലെ ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ആ ജലസ്രോതസ്സിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ഇടറാത്ത നേരായ വഴിയിലേക്ക്, സുരക്ഷിതമായ വഴിയിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ് അമൃത എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ പരിശുദ്ധ അമ്മയാണ് സ്വീകരിക്കുന്നത്. അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു. വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അമൃത എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ആദ്യം ഒരു രോഗസൗഖ്യമായിരുന്നു. ശ്വാസം മുട്ടലിന് പ്രശ്നമുണ്ടായിരുന്നു. ഏത് രോഗമായാലും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് ഇവർക്ക് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് പറഞ്ഞത്. അമ്മയുടെ അസുഖമാണെങ്കിലും ഹാർട്ടിന് വീക്കുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഈ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കുള്ള എല്ലാ രോഗസൗഖ്യവും ലഭിച്ചതെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് 10 വർഷമായി ഒരു ജോലിക്കായി വെയിറ്റ് ചെയ്തു. 12 വർഷത്തോളം ശ്രമിച്ച് ഈ കഴിഞ്ഞ വർഷത്തോളം ഇവർ പ്രാർത്ഥിച്ചു. ഉടമ്പടിയെടുത്തതിന് പിന്നെ ഒരു നിയോഗമായിട്ടാണ് സമർപ്പിച്ചത്. അതിനുശേഷമാണ് ഈ മകൾക്ക് സോഷ്യൽ പോലീസ് ഡിവിഷനിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പ്രൊജക്ടർ കോർഡിനേറ്ററായിട്ട് ജോലി ലഭിച്ച് ഇന്ന് ആദ്യത്തെ ശമ്പളം കയ്യിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ടാണ് ഇന്ന് ഈ ആലയത്തിൽ ഈ മകൾ എത്തിയത്. ഒരക്രൈസ്തവ മക്കളാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടത്. അവരുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടറിഞ്ഞതും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതായിട്ടാണ് നാം കേട്ടത്. ഈ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ മടങ്ങുന്ന മക്കളെയാണ് നാം കാണുന്നത്. കാരണം അമ്മ മാതാവാണ് നമ്മെ എല്ലാവരും ഈശോയിലേക്ക് നയിക്കുന്നത്. ദുഃഖത്തിൽ ക്ലേശത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. ആത്മീയമായ വരൾച്ചയിലാവാം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നടക്കുന്നത്. പക്ഷേ ദൈവം കൃപയിലേക്കാണ്, കൃപയാകുന്ന ജലത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വഴി തെറ്റിപ്പോയാലും അമ്മ നേർവഴിക്ക് നമ്മെ നടത്തുന്നു. നമ്മുടെ കണ്ണീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മ അത് കൃപയായി നമുക്ക് നൽകുന്നു. അമൃതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.